ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റിച്ച്ഡ് ബ്ലൗസിൽ ഒരു സിമ്പിൾ ഹാൻഡ് വർക്കാണ് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് 12 mm നീഡിലാണ് കേട്ടോ. നോർമൽ നീഡിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നോർമൽ സ്റ്റിച്ചിങ് ത്രെഡും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന സ്റ്റോൺ, ഗോൾഡൻ കളർ ഷെയ്ഡിൽ വരുന്ന 3 mm ബീഡും ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ വരുന്ന കട്ട് ബീഡ്സും ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കൂടുതലും ഞാൻ ഗോൾഡൻ കളർ ബീഡ്സാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഗോൾഡൻ കളറിൽ വരുന്ന വീറ്റ് ബീഡ്സാണ് കേട്ടോ. ഈ കാണുന്നത് ഗോൾഡൻ കളർ വരുന്ന ഷുഗർ ബീഡ്സും അടുത്തത് ഗോൾഡൻ കളർ വരുന്ന 2 mm ബീഡുമാണ് കേട്ടോ. പിന്നെ ഞാൻ B7000 ഗമ്മും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലൗസിന് കട്ട് ബീഡ്സ് വെച്ച് ആദ്യം ഒരു ബോർഡർ കൊടുത്തു. ആ ബോർഡർ കൊടുക്കാനായിട്ട് ഞാൻ കട്ട് ബീഡ്സ് 3 വെച്ചാണ് പുറത്ത് തുന്നി പിടിപ്പിച്ചെടുത്തത്. അത് തുന്നി പിടിപ്പിച്ചതിന് ശേഷം ഞാനൊരു ഗോപുരം വരുന്ന ഡിസൈനും ഫ്ലവറിൻ്റെ ഡിസൈനും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഞാൻ ബ്ലൗസിൽ കൊടുത്തത്. ഈ കട്ട് ബീഡ്സ് തുന്നി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ കട്ട് ബീഡ്സ് 3 സൂചിയിലേക്ക് കോർത്തെടുത്തതിന് ശേഷം അത് ക്ലോത്തിലേക്ക് തുന്നിയെടുക്കാം. എന്നിട്ട് ബാക്കിലേക്ക് സൂചി പിന്നെയും കുത്തിയെടുത്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന കട്ട് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് അതിലേക്ക് അടുത്ത സെറ്റ് ഓഫ് കട്ട് ബീഡ്സ് 3 കോർത്തെടുത്തതിന് ശേഷം സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഞാനതിൻ്റെ ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതിനുശേഷം ഗോപുരം ഡിസൈന് വേണ്ടിയിട്ട് ഞാൻ വീറ്റ് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗോപുരം ഡിസൈനും കൂടെ ഫ്ലവറിൻ്റെ ഡിസൈനും. ഫ്ലവറിൻ്റെ ഡിസൈന് ഞാൻ ഒരു 4 mm ഗോൾഡൻ ബീഡ് നടുവിൽ വെച്ചിട്ട് 12 ഷുഗർ ബീഡ്സ് സൂചിയിലേക്ക് കോർത്തെടുത്തതിന് ശേഷം അതിനെ റൗണ്ടിൽ ചുറ്റിയെടുക്കുകയായിരുന്നു. റൗണ്ടിൽ ചുറ്റിയെടുത്ത് അത് ലോക്ക് ചെയ്ത് അവിടെ വെച്ചു. ശേഷം വീറ്റ് ബീഡ്സും ഷുഗർ ബീഡ്സും കൂടി ഒരുമിച്ച് കോർത്തെടുത്തതിന് ശേഷം ഒരു ഗോപുരത്തിൻ്റെ ഷേപ്പിൽ തുന്നി ചേർക്കുകയായിരുന്നു. കൂടുതലും നമ്മൾ സ്റ്റിച്ചിങ് ബ്ലൗസിൽ ഈ നോർമൽ നീഡിൽസും നോർമൽ സ്റ്റിച്ചിങ് ത്രെഡും വെച്ചിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഫഷണൽ ആരി വർക്കൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ ചെയ്യാൻ സാധിക്കില്ല. അൺസ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമുക്കതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രൊഫഷണൽ ആരി വർക്കിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. അല്ലാതെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ നമുക്ക് നോർമൽ നീഡിൽസും സ്റ്റിച്ചിങ് ത്രെഡും വെച്ചിട്ടായിരിക്കും കൂടുതലും വർക്ക് ചെയ്യാൻ എളുപ്പം. അതുപോലെ തന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും നമുക്ക് സ്റ്റിച്ച്ഡ് ബ്ലൗസിൽ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ് ഫുൾ വരുന്ന വർക്ക് ഡിസൈനുകളൊന്നും തന്നെ നമുക്ക് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ബ്ലൗസിൽ ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇതുപോലെ വരുന്ന സിമ്പിൾ വർക്കുകൾ നമുക്ക് എളുപ്പം പ്രൊഫഷണൽ ആരി വർക്ക് ചെയ്യുന്നതിലും എളുപ്പത്തിൽ നമുക്ക് നോർമൽ സ്റ്റിച്ചിങ് നീഡിലും നോർമൽ ത്രെഡും വെച്ചിട്ട് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് കോസ്റ്റും ഒരുപാട് ടൈമും നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ഒരു ലുക്ക്. സ്റ്റോൺസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു തിളക്കം കൂടുതൽ ആ സ്റ്റോൺസിന് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള വർക്കുകൾ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ത്രയമന്ത്ര ഡിസൈൻസ് എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. അതിലേക്കൊരു DM ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള സിമ്പിൾ വർക്കുകൾ ഞാൻ അഫോർഡബിൾ റേറ്റിൽ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ, താങ്ക് യു.